ആ നരേന്ദ്രമോദി പങ്കെടുത്ത വിരുന്ന് ഒരു നാടകമാണെന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമാണ്. ഈ ഒരു വിഷയത്തിൽ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ആ ഒരു പ്രതികരണത്തോടുള്ള മറുപടി എന്താണ്? സഭയ്ക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെയോ പ്രസിഡൻറ്റിൻ്റെയോ ഒന്നും പ്രസ്താവനകളോട് അങ്ങനെ ഒരു നിഷേധാത്മകമായ സമീപനമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ സ്ഥാനികളെയുമൊക്കെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു എന്നുള്ളതിന് സംശയമില്ല. അതുപോലെ തന്നെ സഭയ്ക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ക്രിസ്തീയ സഭകളുടെ പല ദേവാലയങ്ങളും പല അതും നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളത്. അതിൽ സഭ ഉത്കണ്ഠാകുലരാണ്. കഴിഞ്ഞ ദിവസവും പുൽക്കൂട് നശിപ്പിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് പത്രത്തിൽ വന്നു. എന്നാൽ ബഹുമാനപ്പെട്ട മന്ത്രി ജോർജ് കുര്യൻ്റെ പ്രസ്താവന ഇന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ഖേദിക്കുന്നു. ആരായിരുന്നാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. മറ്റ് എല്ലാവരും എല്ലാ മത നേതാക്കന്മാരുടെയും അല്ലെങ്കിൽ മതാധ്യക്ഷന്മാരുടെയും ഗുരുക്കന്മാരുടെയും ഓർമ്മകൾ ആചരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു രീതിയിൽ ഒരിക്കലും നമ്മൾ അതിനെക്കുറിച്ചൊരു നിഷേധാത്മകമായ പ്രതികരണത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ അതേ സമയത്ത് സഭയുടെ ആശങ്കകൾ ഉണ്ട് എന്നുള്ളതായ സത്യം മറച്ചു വെക്കുന്നുമില്ല. സാധാരണ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. ഏറ്റവും ഒടുവിൽ പാലക്കാടാണ് തീവ്ര ഹിന്ദു സംഘടനകൾ കരോൾ സർവീസ് സംഘങ്ങളെ വിദ്യാർത്ഥികളെ തടയുകയും പുൽക്കൂട് തകർക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതിലൊരു ആശങ്ക പ്രകടിപ്പിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നു എന്നുള്ളത് കുറച്ചുകൂടെ ഗൗരവപ്പെട്ട വിഷയമല്ലേ? സഭ ആ നിലയ്ക്ക് കൂടെ അതിനെ കാണും. ഞാൻ പറഞ്ഞല്ലോ, എല്ലായിടത്തും എവിടെയാണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നടക്കുന്നത് ശരിയല്ല. അത് വടക്കൻ പ്രദേശത്താണെങ്കിലും തെക്കൻ പ്രദേശത്താണെങ്കിലും. പിന്നെ ഇവിടെ കൂടുതൽ ക്രിസ്ത്യാനികൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് കേരളം എന്നുള്ളത് കൊണ്ട് അതിന് ആശങ്കകൾ ഉണ്ടാകുക സാധാരണമാണ്. പലപ്പോഴും വ്യത്യസ്തമായിരിക്കുന്ന രീതിയിൽ അതിനെ വാദമുഖങ്ങളായിട്ട് പോകേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സഭയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേക നിലപാടില്ല. ഞാൻ നേരത്തെ പല പ്രാവശ്യവും നിങ്ങളിവിടെ വന്നിട്ടുള്ള സമയത്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും നേതാക്കന്മാരോടും സഭയ്ക്ക് ഒരു സമദൂര സമീപനമാണുള്ളത്. ഒരിക്കലും എന്നാൽ അവരുടെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ ഒരാളിൻ്റെ ഭാഗത്തു നിന്ന് പല രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെയും ഭാഗത്തു നിന്നുമൊക്കെ അണികളുടെ ഭാഗത്തു നിന്നുമൊക്കെ വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ സഭ അവധാനപൂർവ്വം അത് കാണുന്നു. ദോഷകരമായൊന്നും സംഭവിക്കുകയില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് ക്രിസ്മസ് ആഘോഷിക്കാനൊക്കെ പ്രധാനമന്ത്രി അടക്കമുള്ള അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളൊക്കെ പറയുകയും ഭവന സന്ദർശനങ്ങളൊക്കെ നടത്തുന്നു. മറുവശത്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിലടക്കം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു നിലപാടിനെയാണ് ചോദിക്കുന്നത്. അതെ, അതിനെ ഒരിക്കലും നമ്മൾ ആ തരത്തിൽ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് ഒരു എതിരായിരിക്കുന്ന ഒരു കലാപം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, BJPയുടെ തന്നെ ആളാണല്ലോ ജോർജ് കുര്യൻ മന്ത്രി. അദ്ദേഹം തന്നെ അതിനെ അപലപിച്ചുകൊണ്ട് ഇന്നത്തെ പത്രത്തിൽ എഴുതുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വിവാദങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ലെന്നുള്ളതാണ് സഭ കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാട് നിശ്ചയമായിട്ട് സഭ ഔദ്യോഗികമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. വിശുദ്ധ ബാബാതിരുമേനിയുടെ അനുവാദത്തോടെ സഭയുടെ ഔദ്യോഗിക നിലപാട് എന്ന നിലയിൽ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴേ ഒരു കാര്യം ശ്രദ്ധിക്കണം. സഭയുടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഔദ്യോഗികമായ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നത് വിധമൊന്ന് പ്രിയപ്പെട്ട ആളുകളൊന്ന് മനസ്സ് വെക്കണം. ഒന്ന്, സഭയുടെ ഔദ്യോഗികമായ നിലപാട് ഇപ്പോൾ ബാബാതിരുമേനി പ്രഖ്യാപിച്ചത് സഭയുടെ ഔദ്യോഗിക നിലപാടാണ്, ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്. അല്ലെങ്കിൽ പരിശുദ്ധ എപ്പിസ്കോപ്പോസ് കൂട്ടായി ചിന്തിച്ച് അതിൻ്റെ ഒരു പ്രസ് റിലീസ് വരും, അതൊരു ഔദ്യോഗിക നിലപാടാണ്. സഭയ്ക്ക് മാനേജിംഗ് കമ്മിറ്റി, ആലോചന സമിതി ഉൾപ്പെടെയുള്ള സമിതികളുണ്ട്, അവരുടെ പ്രസ് റിലീസ് വരും. ഈ 3 തരത്തിൽ മാത്രമേ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒഫീഷ്യൽ നിലപാട് എന്ന നിലയിൽ നിങ്ങൾ വാർത്ത കൊടുക്കാവൂ. അല്ലാതെ മലങ്കര സഭയിലെ എല്ലാ ആളുകൾക്കും അവരവരുടെ അഭിപ്രായം പറയാൻ സഭയ്ക്കുള്ളിൽ സ്വാതന്ത്ര്യമുണ്ട്, ജനാധിപത്യ സ്വാതന്ത്ര്യമുണ്ട്. അത് അവരവരുടെ അഭിപ്രായം പറയും, അങ്ങനെ കാണാവൂ. സഭയുടെ നിലപാട് ബാബാതിരുമേനി പ്രഖ്യാപിക്കുന്നത്
സിനഡിൻ്റേതും സമിതികളുടെയുമാണ്. അങ്ങനെ കാണാവൂ. ഓർത്തഡോക്സ് സഭയുടെ നിലപാട് എന്ന നിലയിൽ പലപ്പോഴും സ്ക്രോൾ ചെയ്തുകൊണ്ടാണ് അത് പറയേണ്ടി വന്നത്. വനനിയമ ഭേദഗതിയായിട്ട് സർക്കാർ വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ അതിന്റെ നിയമം ഘടിപ്പിച്ചുകൊണ്ട് പല ക്രൈസ്തവ സംഘടനകളും അതിൽ ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭ ആ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ട്. വനനിയമ പരാമർശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല. അവർ ഏതെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല. ഒന്ന്, ഓരോ രാഷ്ട്രീയ പാർട്ടികളും, പ്രത്യേകിച്ച് ഇന്നലെ ഞാൻ ജോസ് കെ മാണിയുടെ ഒരു പ്രസ്താവനയാണ് വായിക്കാനിടയായത്. അപ്പോൾ ഏതോ കാര്യങ്ങളൊക്കെ അനുകൂലമല്ലാത്തത് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി. പക്ഷേ ആ നിയമത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്താണെന്നും അതിൻ്റെ പരാമർശങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കിതുവരെ ലഭ്യമായിട്ടില്ല. ലഭ്യമാകുമ്പോൾ യുക്തമായ രീതിയിൽ അതിനെ പ്രതികരിക്കാനാണ് സഭ ആഗ്രഹിക്കുന്നത്.